2024 വർഷം കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രമുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. ഇവരുടെ ഫലം പറയുമ്പോൾ കൂറ് വെച്ച് ചന്ദ്രനെ വെച്ചാണ് പറയുന്നതെങ്കിലും ഇവിടെ പറയുന്നത് അവർ ജനിച്ച മാസവും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. കൂറ് വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞ കൊണ്ട് കാര്യമായില്ല. കാരണം ചന്ദ്രനിൽ നിന്ന് ഉള്ള ഫലം, ചന്ദ്രനിൽ നിന്ന് ഒരു ഗ്രഹം നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നല്ല ഫലം പറയുമെങ്കിൽ സൂര്യനിൽ നിന്ന് ചിലപ്പോൾ ആ ഗ്രഹം മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ മോശമായിരിക്കും പറയേണ്ടി വരും. അപ്പം ചന്ദ്രനിൽ നിന്ന് നല്ലത് നിൽക്കുകയാണെങ്കിൽ നല്ലതും, സൂര്യനിൽ നിന്ന് അതേസമയം മോശത്തിലൊക്കെയാണ് മോശം പറയേണ്ടി വരും. അപ്പം ഫലം പറയുന്നത് ഇതെല്ലാം ചേർത്ത് വെച്ചാണ് പറയുന്നത്. അപ്പം സൂര്യനെയും ചന്ദ്രനെയും മറ്റുള്ള ഗ്രഹങ്ങളെയും പ്രധാനപ്പെട്ട ശനിയെയും വ്യാഴനെയും എല്ലാം ചിന്തിച്ചു കൊണ്ടുള്ളൊരു ഫലമാണ് ഇവിടെ പറയുന്നത്. വെറും കൂറ് വെച്ചല്ല. എന്നാൽ കൂറിനും പ്രാധാന്യമുണ്ട്. കൂറ് വെച്ച് ചിന്തിക്കുമ്പോൾ ശനി വളരെ നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. എല്ലാ കാര്യത്തിലും വിജയം, നല്ല ആരോഗ്യം, കേസ് വഴക്കലുണ്ടെങ്കിൽ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനെല്ലാം പറ്റിയ ഒരു നല്ലൊരു വർഷമാണ് 2024. കേസ് വഴക്കലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അനുകൂലമായിട്ട് തീരും. ശത്രുതയുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകും. വല്ലവരുടെ പാരവപ്പലുണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകും. അതിലെല്ലാം വിജയം വരിക്കും. പിന്നെ വ്യാഴനാണെങ്കിൽ വ്യാഴനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ 2024 സെക്കൻഡ് ഹാഫിൽ വ്യാഴനം നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മനസമാധാനം, ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ, ഒരു ദൂരെ യാത്രയെല്ലാം പോകാനെല്ലാം പറ്റിയ സമയമാണ്. ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ്. ഇപ്പോൾ സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. മനസ്സിന് സമാധാനം, പ്രധാനപ്പെട്ട കാര്യം മനസ്സിന് സമാധാനം, മക്കൾക്ക് നല്ലത്, പിതാവിന് നല്ലത്, ഇങ്ങനെയെല്ലാം ഉള്ള കുടുംബപരമായ ഒരു നല്ല അന്തരീക്ഷം, ഇതെല്ലാമാണ് പറയേണ്ടത്. കൂറ് വെച്ച് മാത്രം പറയുന്നത്. അതായത് ചന്ദ്രനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി മാത്രം പറയുന്നത്. പക്ഷേ ഇതിന് മാറ്റം വരും. സൂര്യനെയും കൂടി അടിസ്ഥാനമാക്കി ചിന്തിച്ചുകൊണ്ട് അതിനെ ചേർത്ത് വെച്ച് പറയുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരും. അപ്പം അങ്ങനെയുള്ളൊരു ഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇന്ന വിഷയത്തിൽ എന്നതിന് അധികം പ്രാധാന്യം കൊടുക്കേണ്ട. ഓരോ വിഷയത്തിലാണ് താല്പര്യം. ഇപ്പം എനിക്ക് താല്പര്യമുള്ള വിഷയത്തിലായിരിക്കില്ല വേറൊരാൾക്കുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറയുമ്പോൾ നല്ലതാണെങ്കിൽ എനിക്ക് താല്പര്യമുള്ള വിഷയത്തിൽ നല്ലതായിരിക്കണം. ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെങ്കിൽ അവൻ്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതായിരിക്കണം. ഒരാൾ ദാമ്പത്യപരമായിട്ട് നല്ലതായിട്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളാണെങ്കിൽ നല്ലത് പറയേണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആണ്. അപ്പം നല്ലത് മോശം എന്നെല്ലാം പറയുമ്പോൾ അവരവരെ ഏത് വിഷയത്തിലാണോ താല്പര്യം, അതുകൊണ്ട് ഇന്നതിന് എന്ന് ഇപ്പം ചിലതെല്ലാം പറഞ്ഞു കേസ് വഴക്ക്, അതിനെല്ലാം അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെങ്കിലും എല്ലാവരും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേസ് വഴക്കൊന്നും ഇല്ലാത്തവർ അതിനെപ്പറ്റി ചിന്തിക്കുന്ന എന്തിനാണ്? അപ്പോൾ ഓരോന്നും ചിന്തിക്കേണ്ട അവരവർക്ക് എന്തെങ്കിലും വിഷയത്തിലാണ് താല്പര്യമുള്ള ആ കാര്യം നടക്കുകയോ ഇല്ലയോ, നല്ല സമയമാണോ അല്ലയോ, ആ നിലയിൽ നല്ല സമയമാണോ മോശമാണോ എന്നെല്ലാമാണ് നോക്കേണ്ടത്. അപ്പം കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഈ 2024 നല്ല കാലങ്ങൾ ഏതാണെന്ന് പറയാം, തുടർന്ന് പറയുകയാണ്. അപ്പം അതിനനുസരിച്ചായിരിക്കും അവരെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലെല്ലാം നടക്കുന്നത് ഈ നല്ല സമയങ്ങളിലായിരിക്കും. അതേസമയം തന്നെ എന്തെങ്കിലും നല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ സമയത്ത് ചെയ്യുന്നതാലായിരിക്കും കൂടുതൽ നല്ല ഫലം കിട്ടുക. അതുകൊണ്ട് എല്ലാം മാറ്റിവെക്കാനൊന്നും പറ്റില്ല. ചില കാര്യങ്ങളെല്ലാം പരീക്ഷയെല്ലാം നമുക്ക് നല്ല സമയം നോക്കിയിട്ട് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ സംഭവം നടക്കുന്ന സമയം എങ്ങനെയിരിക്കുന്നു? നല്ലതാണെങ്കിൽ പൊതുവേ നല്ലതായിരിക്കും, മോശമാണെങ്കിൽ പൊതുവെ മോശമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല തീരുമാനിക്കുന്നത്
കാര്യങ്ങളെല്ലാം നമ്മളെ ജാതകവും എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, മറ്റുള്ള ഗ്രഹങ്ങളെ എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പൊതുവെ നല്ലത് മോശം എന്ന നിലയിൽ അതിനെ എടുക്കുന്നു. അപ്പോൾ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് അവരവരുടെ ജനനമാസം വെച്ച്, കന്നിക്കൂറിൽ ജനിച്ചവർക്കെല്ലാം ജനിച്ചത് ഒരേ മാസമല്ല, പല മാസങ്ങളിലായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കും അവരുടെ ജനിച്ച മാസം അനുസരിച്ച് നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളെല്ലാം മാറി വരും. അപ്പോൾ ഇവിടെ ഓരോ ആളും ജനിച്ച മാസം വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ നല്ല മാസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഫലം കിട്ടും. നല്ല മാസങ്ങളിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുക. ഈ തരത്തിൽ ഇതിനെ കാണുക. ഇപ്പോൾ മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയും, ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയും, നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുമുള്ള സമയമാണ് നല്ലതായിട്ട് കാണുന്നത്. പകുതി എന്ന് പറയുമ്പോൾ ഇപ്പം ജൂലൈ പകുതി എന്ന് പറയുമ്പോൾ ജൂലൈ 15 തൊട്ട് എന്ന നിലയിൽ ഓഗസ്റ്റ് പകുതി വരെയാണെങ്കിൽ ഓഗസ്റ്റ് 15 വരെ, ആ തരത്തിൽ കാണണം. കാരണം ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചല്ല ഇവിടെ കണക്ക് കൂട്ടുന്നത്. നമ്മൾ കൂറു മലയാള മാസത്തിൻ്റെ അടിസ്ഥാനത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ പകുതിക്കുന്നു വരുന്നത്. ഇടവം ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് പകുതി വരെയും, ജൂൺ പകുതി തൊട്ട് ജൂലൈ പകുതി വരെയും, നവംബർ പകുതി തൊട്ട് ഡിസംബർ പകുതി വരെയുമുള്ള സമയം വളരെ നല്ലതായിട്ട് കാണുന്നു. മിഥുനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് പകുതി വരെയും, ജൂൺ പകുതി തൊട്ട് ഓഗസ്റ്റ് പകുതി വരെയും നല്ല സമയമായിട്ട് കാണുന്നു. കർക്കിടകം മകരമാസങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് പകുതി വരെയും, ജൂലൈ പകുതി തൊട്ട് ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം വളരെ നല്ലതാണ്. കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ പകുതി തൊട്ട് ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം വളരെ നല്ലതാണ്. തുലാം മാസം ജനിച്ചവർക്ക് ജൂൺ പകുതി തൊട്ട് ഓഗസ്റ്റ് പകുതി വരെയും, നവംബർ പകുതി തൊട്ട് ഡിസംബർ പകുതി വരെയുമുള്ള സമയം പൊതുവെ നല്ല ദിവസമാണ്. വൃശ്ചിക മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് പകുതി വരെയും, ജൂൺ പകുതി തൊട്ട് ഓഗസ്റ്റ് പകുതി വരെയും, നവംബർ പകുതി തൊട്ട് ഡിസംബർ പകുതി വരെയുമുള്ള സമയം നല്ല ദിവസങ്ങളാണ്. കുംഭമാസത്തിൽ ജനിച്ചവർക്കാണ് ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് പകുതി വരെയും, നവംബർ പകുതി തൊട്ട് ഡിസംബർ പകുതി വരെയുള്ള സമയം വളരെ നല്ലതാണ്. മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജൂൺ പകുതി തൊട്ട് ജൂലൈ പകുതി വരെയും, നവംബർ പകുതി തൊട്ട് ഡിസംബർ പകുതി വരെയുമുള്ള സമയം വളരെ നല്ലതാണ്. എന്തിനാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തിനാണോ ആ സമയത്തെല്ലാം ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തൊരു വിഷയവുമായിട്ടാണോ മുന്നോട്ടേക്ക് പോകുന്നത് അത്തരം വിഷയങ്ങൾക്കെല്ലാം തന്നെ നല്ലതായിരിക്കും. പക്ഷേ പൊതുവെ ശനിയുടെ കിടപ്പെല്ലാം നോക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ പറ്റുന്ന ഒരു പീരീഡായിട്ട് ഇതിനെ കാണണം. അതുപോലെ തന്നെ മനസ്സിന് സമാധാനമുള്ള ഒരു പീരീഡായിട്ട് ഇതിനെ കാണണം. എന്നാൽ ചില മാസങ്ങൾ അത്ര നല്ലതല്ല. അതെന്ന് വെച്ചാൽ ജാനുവരി 1 തൊട്ട് ഫെബ്രുവരി പകുതി വരെയുള്ള സമയം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതെല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. ജാനുവരി പകുതി തൊട്ട് ഫെബ്രുവരി പകുതി വരെയുള്ള സമയവും, മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ പകുതി വരെയുള്ള സമയം പൊതുവെ മോശമായിട്ട് കാണുന്നുണ്ട്. ഇത് പൊതുവായിട്ടുള്ളൊരു മോശം പീരീഡാണ്. ജാനുവരി 1 തൊട്ട് ഫെബ്രുവരി പകുതി വരെയും, മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ പകുതി വരെയുള്ള സമയം പൊതുവേ മോശമാണ്. അത് ഏതിനാണ് മോശം എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് കാര്യത്തിന് നമ്മൾ എന്തിലാണോ ആ സമയത്ത് ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം ആയിരിക്കാം. പക്ഷേ ഇത് മുമ്പ് പറഞ്ഞ പീരീഡിൽ പറഞ്ഞവർക്ക് ബാധകമല്ല.
ഈ പീരീഡ് മുൻപിൽ പറഞ്ഞ വല്ലവർക്കും ഈ പീരീഡ് അവിടെ വരുന്നുണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് നല്ലത് തന്നെയായിരിക്കും. ഇത് പൊതുവായിട്ട് കന്നിമാസത്തിൽ ജനിച്ചവർക്ക് ഈ പീരീഡ് മോശമായിരിക്കും.